വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. അതായത് ഞാൻ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈക്വൽ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ഈ ഒരു ഈക്വൽ എന്ന് പറയുന്നത്. അവർക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലൊരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇത് നമ്മുടെ ആ ഒരു ഇൻസ്റ്റ പേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്രീം ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. ഈക്വൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ആദ്യം ഇവരുടെ ഇതൊരു പേജായിരുന്നു ഈക്വൽ എന്ന് പറയുന്നത്. ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിന്. അപ്പോൾ വേറൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ സ്കിൻ റേഡിയൻസ് ക്രീം എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ, ആക്നെ അങ്ങനെയുള്ള മാർക്സ് ഒക്കെ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു ക്രീമിന് ഒത്തിരി റിവ്യൂസ്, ഒത്തിരി ആഡ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് ഓർഡർ ചെയ്യുന്നത് അത്ര ട്രസ്റ്റ്ഫുൾ അല്ലാത്തത് കൊണ്ട് ഞാനിത് ആമസോണിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോൾ അവൈലബിൾ ആണെന്നു. അപ്പോൾ ഞാൻ അതിലാണ് ഓർഡർ ചെയ്തത്. ഇത് 30 ഗ്രാമിന് എനിക്ക് തോന്നുന്നു 490 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ വിചാരിച്ചു ഇത്രയും എക്സ്പെൻസീവ് ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ക്രീം നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ ഞാനത് ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു 2 വീക്സ് 3 വീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയില്ല. എൻ്റെ പിമ്പിൾസ് മാർക്സോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ ഒന്നും റെഡ്യൂസ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആക്നെ മാർക്സോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ ഒന്നും കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് നല്ലൊരു കാര്യമാണ്. കാരണം കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇതിലില്ല. എന്ന് വെച്ചാൽ കുറച്ച് നാച്ചുറലാണ്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഒക്കെയാണ് ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഹൗ ടു യൂസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഡോട്ടായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ട്വൈസ് ഡെയിലി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാവിലെയും വൈകിട്ടും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം. നൈറ്റ് ടൈം യൂസ് ചെയ്തിട്ട് രാവിലെ മോർണിംഗ് ഫേസ് വാഷ് ചെയ്താലും മതി. അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് ട്വൈസ് ഡെയിലി ഫോർ മിനിമം 6 to 8 വീക്സ് എന്നാണ് പറയുന്നത് ബെറ്റർ റിസൾട്ട്സിന്. അതായത് ഒരു 8 വീക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിനത്ര റിസൾട്ട് ഉണ്ടെന്ന്. ഞാൻ ഇത് കുറേ റിവ്യൂസൊക്കെ എടുത്ത് നോക്കി. റിവ്യൂസ് എല്ലാം നെഗറ്റീവ് റിവ്യൂസാണ് കൂടുതലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ പോലും ഞാനിതിൻ്റെ കണ്ടില്ല. അത് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും തോന്നി, ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്കിൻ പോലെ ആയിരിക്കില്ല. ഇപ്പം ഞാനും അത് തന്നെ പറയാണ്, എനിക്കിത് സ്യൂട്ടായില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ആവാതിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്തു നോക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് അത്ര എഫക്റ്റീവായി തോന്നിയില്ല. കാശ് പോയതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രോഡക്റ്റ്സൊക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഉണ്ട്. ഞാനിതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. കാരണം ഈ ഒരു പ്രോഡക്റ്റിൽ തന്നെ എനിക്ക് ഏറെക്കുറെ മതിയായി. കാരണം വെറുതെ പൈസ പോയെന്നുള്ള ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ വേറെ ടെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഞാൻ പറയാം. ഇതിൻ്റെ സ്മെല്ല് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീംസ്, കോസ്മെറ്റിക്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്മെല്ലാന്ന് വെച്ചാൽ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇതിലടങ്ങിയിട്ടില്ല. ഭയങ്കര നാച്ചുറൽ കാമായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അത്ര വലിയ സ്മെല്ലൊന്നുമല്ല. പിന്നെ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സ്കിന്നായിട്ടുള്ളവരാണെങ്കിലും ഇത് ഉപയോഗിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്, മെയിൽ ID, എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പാക്കേജിങ് ഉണ്ട്, ഔട്ടർ പാക്കേജിങ്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 6 months ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പാക്കേജ് ഇല്ല, ഞാൻ കളഞ്ഞിരുന്നു. അപ്പം നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ കളയുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്രീമിൻ്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി ഏതെങ്കിലും ക്രീമിൻ്റെയോ എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിലും പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.